ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 8 ജൂൺ 2026, ഈ മാസത്തിലെ 8ാമത്തെ ദിവസം, പെന്തക്കോസ്തിക്ക് ശേഷം 15ാമത്തെ ദിവസമാണ്. ഈ വർഷത്തിലെ 159ാമത്തെ ദിവസമാണ് ഇന്ന്. 530ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ഇന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം: ഉയർപ്പിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമോ? ഉയർപ്പിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമോ? യേശുവിൻ്റെ ഉയർപ്പ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും പുതുജീവൻ്റെ ആഘോഷവുമാണ്. കാൽവറിയിലെ യേശുവിൻ്റെ ക്രൂശ് മരണവും ഉയർപ്പും മനുഷ്യവർഗത്തിന് ലഭ്യമായ വിമോചനത്തിൻ്റെ രക്ഷയുടെയും സന്ദേശമാണ്. യേശു 3-ാം നാളിൽ മരണത്തെ കീഴടക്കി ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റ മഹാസംഭവമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പ് പെരുന്നാൾ. ഉയർ എന്നാൽ ഉയരുക, ഉയർത്തുക എന്നും, ഉയർ എന്നതിന് ജീവിക്കുക, ശ്വസിക്കുക എന്നും അർത്ഥം. ഉയർക്കുക എന്നത് ജീവിക്കുന്നതും ജീവനുണ്ടാകുന്നതുമായ അനുഭവമാണ്. ഇതിനെ ഉയർത്തെഴുന്നേൽപ്പ്, പുനരുദ്ധാനം എന്ന് ഭാഷയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആദ്യകാലത്ത് യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും പെസഹ എന്ന വാക്കിലാണ് വിശദീകരിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കും വിമോചനത്തിലേക്കുമുള്ള തീർത്ഥാടനമാണ് പെസഹ. പുതിയ നിയമത്തിലെ പെസഹ ജീവാർപ്പണത്തിൻ്റെയും വിമോചനത്തിൻ്റെയുമാണ്. ഇത് പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ഉള്ള വിമോചനമാണ്. അതിനാൽ പെസഹായും ഈസ്റ്ററും പുതു ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്ര, ഭൗതികതയിൽ നിന്നും ദൈവികതയിലേക്കുള്ള തീർത്ഥാടനമാണ് ഈസ്റ്റർ. പകരുന്ന ജീവന്റെ അനുഭവം, ക്രിസ്തു യേശുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിനുള്ള പുതു ജീവിതമാണിത് എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11 പറയുന്നുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നതിൻ്റെ സവിസ്തരം വിവരണം സുവിശേഷം, അതായത് 4 സുവിശേഷത്തിലും എടുത്ത് പറയുന്നുണ്ട്. ആദ്യകാലത്ത് യേശുവിൻ്റെ കല്ലറയിൽ എത്തിയവരോട് വെള്ളവസ്ത്രം ധരിച്ച ബാല്യക്കാരൻ വിളിച്ചു പറയുന്നു: കുരിശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ സജീവ സാന്നിധ്യമായിരുന്ന അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളാണ് ഞായറാഴ്ച പുലർച്ചയിൽ ഉയർപ്പിൻ്റെ സദ്വാർത്തമാനം അറിഞ്ഞത്. മർക്കോസ് 3 പേരുകൾ എഴുതുമ്പോൾ 16-1 ലൂക്കോസ് നിരവധി സ്ത്രീകളെ കുറിച്ച് പറയുന്നു. 24-10. അക്കൂട്ടത്തിൽ മഗ്ദലന മറിയം, യാക്കോവിൻ്റെ അമ്മ മറിയ, ശലോമ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ത്രീ സംഘം അധികാലത്ത് യേശുവിൻ്റെ കല്ലറയ്ക്കൽ എത്തിയതായി പറയുന്നു. സുഗന്ധവർഗം പൂശി ഭക്ത്യാദരവുകൾ അർപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാൽ കല്ലറയിലെ ഭീമമായ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ട് ഭയപരവശരായപ്പോൾ വെള്ളവസ്ത്രധാരിയായ ബാല്യക്കാരനെ കാണുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സന്ദേശം കേട്ട ഉടനെ സ്ത്രീകൾ വിവരം അറിയിക്കുവാൻ അതിശീഘ്രം ഓടിപ്പോയി. യോഹന്നാന്റെ സുവിശേഷപ്രകാരം ഒഴിഞ്ഞ കല്ലറയും തുറന്ന വാതിലും മഗ്ദലന മറിയം കണ്ടതായി അവതരിപ്പിക്കുന്നു. അവിടെ കരഞ്ഞുകൊണ്ട് നിന്ന മഗ്ദലന മറിയെ യേശു പേര് ചൊല്ലി വിളിക്കുന്നു. യോഹന്നാൻ 20-11 വരെയുള്ള വേദഭാഗം. മരണത്തിൽ നിന്നും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഒഴിഞ്ഞ കല്ലറയും യേശുവിൻ്റെ പ്രത്യക്ഷതയും വെളിപ്പെടുത്തുന്നു. യേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു. മർക്കോസ് 8:31, 9:31, ലൂക്കോസ് 24:7. അതിനാൽ കർത്തൃശിഷ്യനായ യോഹന്നാൻ ഉയർപ്പിനെ അടയാളപ്പെടുത്തുന്നത് കണ്ടു വിശ്വസിച്ചു എന്ന് ആണ് യോഹന്നാൻ 20:8 പറയുന്നുണ്ട്. ഒഴിഞ്ഞ കല്ലറയും ഉയർപ്പിന്റെ അടയാളവും കണ്ട് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടു യോഹന്നാൻ 20:25 എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ, ഒരു പുതിയ സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചു ഓടിച്ചിരിക്കുന്നു. അവൻ സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൻ്റെ അതുല്യതയാണ് യേശുവിൻ്റെ ഉയർപ്പ് വിളിച്ചറിയിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തെ
ആത്യന്തികമായി ആർക്കും തമസ്കരിക്കുവാൻ കഴിയുകയില്ല. തിന്മയ്ക്കുമേൽ നന്മ വിജയിക്കുകയാണ് ക്രിസ്തീയ ധർമ്മം. അതിനാൽ ഉയർപ്പ് നന്മയുടെയും സത്യത്തിന്റെയും വിളംബരമാണ്. മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള വഴിയും വെളിച്ചവും മായ ഉയർപ്പ് മരണത്തിന്മേൽ ജീവൻ പകരുന്നതാണ്. സത്യവും സ്നേഹവും ജീവനും സമാധാനവും വാഗ്ദാനം ചെയ്യുന്ന ജീവന്റെ ഉത്സവമാണ് ഉയർപ്പ് പെരുന്നാൾ. യേശുവിന്റെ ഉയർപ്പ് വിശ്വാസികളുടെ ഉയർപ്പിന്റെ മുന്നാസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരം സ്ഥലകാല പരിമിതികളെ അതിജീവിക്കുന്ന സ്വർഗീയ ശരീരമാകുന്നുവെന്നും അതിനാൽ വാതിൽ അടച്ചിട്ടാലും അകത്ത് പ്രവേശിക്കുവാനും വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനും അപ്രത്യക്ഷമാകുവാനും സാധിക്കുമെന്നും സഭാ ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യെരുശലേമിലും ഗലീലായിലുമായി യേശു നിരവധി പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു 40 ദിവസം പ്രത്യക്ഷപ്പെട്ടതിന്റെ ക്രിസ്തു വിവരങ്ങൾ മാത്രമേ സുവിശേഷത്തിൽ ലഭിക്കുന്നുള്ളൂ. എന്നാൽ വിവിധ സ്ഥലങ്ങളിലും രീതികളിലും യേശുവിന്റെ പ്രത്യക്ഷത നിരവധി പ്രാവശ്യം ഉയർത്തിട്ടുണ്ട്. യേശുവിന്റെ ഉയർപ്പ് മരണത്തിന്മേലും പാപത്തിന്മേലുമുള്ള വിജയമാണ്. അത് സ്വർഗാരോഹണം വരെയും പ്രത്യക്ഷതയിലൂടെ യേശു വിളിച്ചറിയിച്ചു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് മനുഷ്യ മഹത്വത്തിന്റെ വലിയ പ്രത്യാശ. യേശു പരസ്യ ശുശ്രൂഷയിൽ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും വ്യക്തമായി പഠിപ്പിച്ചു. മരണവും മരണാനന്തര ജീവിതവും എന്തെന്ന് ഈസ്റ്റർ പഠിപ്പിക്കുന്നു എന്ന് നാം സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉയർപ്പിന്റെ സാക്ഷികൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾക്കൊള്ളുന്ന വലിയ വൃന്ദം ശിഷ്യന്മാരാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ജീവസന്ദേശം ശിഷ്യന്മാരുടെ പ്രഭാഷണങ്ങളിൽ ഉജ്ജ്വലിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:24. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ട് തരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിനെ ഞങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3:14-15 എന്നാണ് പത്രോസിന്റെ സാക്ഷ്യം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിക്കുക എന്ന ദൗത്യമാണ് പൗലോസ് ശ്ലീഹാ ഏറ്റെടുത്തത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നും, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്ര എന്നും, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഘോഷിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് പൗലോസ് ശ്ലീഹായുടെ പ്രവർത്തനത്തിന്റെയും പ്രഭാഷണത്തിന്റെയും അടിസ്ഥാനം. ക്രിസ്തുവിനോടൊപ്പം ജീവിച്ച് പീഡാനുഭവത്തിൽ പങ്കുചേർന്ന് ഉയർപ്പിന് സാക്ഷികളായ ശിഷ്യർ പങ്കിടുന്നത് ഉയർപ്പിന്റെ സന്ദേശമാണ്. ക്രിസ്തു ബന്ധത്തിൽ ആദിമസഭയ്ക്ക് ലഭിച്ച ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയുമായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:46 പറയുന്നുണ്ട്. ഇത് ഉയർപ്പിന്റെ ജീവോത്സവമാണ്. ഉയർപ്പിലെ ശരീരം സകല പരിമിതികൾക്കും അതീതമാണ് എന്ന് നമുക്ക് അറിയാം. അതായത് വിശ്വാസികൾക്ക് ലഭ്യമാകുന്ന ഭാഗ്യ അവസ്ഥയാണിത് എന്ന് 1 കൊരിന്ത്യർ 13:12, 2 കൊരിന്ത്യർ 3:18, 1 യോഹന്നാൻ 3:2 പറയുന്നുണ്ട്. പുതിയ ജീവനോടുകൂടെ പുതിയ ശരീരത്തിലുള്ള അവസ്ഥയാണ്. തേജസ്കരിക്കപ്പെടുന്ന സ്വർഗീയ ശരീരം. അതിനാൽ ഉയർപ്പ് വിശ്വാസികളുടെ ആത്മീയമായ ഉറപ്പുമാണ്. വിശുദ്ധ മാമോദീസായിൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ച ക്രിസ്തുവിനോടുകൂടി ഉയർക്കുന്ന സ്വർഗീയ അനുഭവമാകണം ക്രിസ്തീയ ജീവിതമെന്ന് പൗലോസ് ശ്ലീഹാ പ്രബോധിപ്പിക്കുന്നു. ക്രിസ്തുവിനോട് ഒപ്പം ഉയർക്കുക എന്നാൽ പുനരുദ്ധാനത്തിൽ മർത്യ ശരീരം രൂപാന്തരപ്പെടുകയും തേജസ് പ്രാപിക്കുകയും ചെയ്യും. ഫിലിപ്പിയർ 3:21. ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാവും. 2 തെസ്സലോനിക്കർ 2:14. അന്നാളിൽ എല്ലാ തിന്മകളും മാലിന്യങ്ങളും ശുദ്ധീകരിക്കപ്പെടും. 1 കൊരിന്ത്യർ 15, യോഹന്നാൻ 3:5-6 വരെയുള്ള വേദഭാഗം. മർത്യ ശരീരത്തിന്റെ ഉദ്ധാനത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹായും യോഹന്നാനും സാക്ഷിക്കുന്നു. യേശു മഹത്വത്തോടെ ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന സന്ദേശം ജീവിതത്തിൽ വെളിച്ചമായി തീരുന്ന ശുശ്രൂഷയാണ് ക്രിസ്തീയ ജീവിതം.
സകലർക്കും പ്രത്യാശയും പുതുക്കവും സമാധാനവും സ്നേഹവും പകരുവാൻ കഴിയുമ്പോൾ ഉയർപ്പിന്റെ മഹത്വം പ്രകാശം പരത്തും. ഉയർപ്പിന്റെ ആധ്യാത്മികത അഹങ്കാരം, ആഡംബരം, ആർഭാടം, അനീതി എന്നിവയിൽ നിന്നുമുള്ള പിന്മാറ്റമാണ്. അത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതശൈലിയുടെ മാതൃകയും സാക്ഷ്യവുമാണ്. അതിനാൽ ക്രിസ്തുവിലുള്ള പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി അന്വേഷണമാകണം ഉയർപ്പിന്റെ ദർശനം. നാം ഓരോരുത്തരും ഉയർപ്പിന് ശേഷം, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം, ആ പെന്തക്കോസ്തി നാളിൽ നമ്മുടെ ഓരോരുത്തരുടെയും പരിശുദ്ധാത്മ പുതുക്കവും കഴിഞ്ഞ് നാം ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മുമ്പോട്ട് ജീവിക്കുന്നതായി ഈ അവസരത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് അവനോടൊപ്പം അവൻ്റെ രണ്ടാമത്തെ വരവിൽ ജീവിക്കത്തക്കവണ്ണം നമ്മൾ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.